ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കം. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 5 കോടിയോളം വിദ്യാർത്ഥി അധ്യാപക രക്ഷകർതൃ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന് മന്ത്രി എം ബി രാജേഷ്. അപൂർവ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കി കേരളം. 130ാമത് മാരാമൺ കൺവെൻഷന് പമ്പാ നദിക്കരയിൽ തുടക്കമായി. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പരിസമാപ്തി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. ഐഎസ്എൽ ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു ജംഷഡ്പൂർ പോരാട്ടം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കമാകും. ഇരു രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ തന്ത്രപരമായ പങ്കാളിത്തം ഉറപ്പുവരുത്തുന്നതിൽ സന്ദർശനം ഊന്നൽ നൽകും. ഈ മാസം 10 മുതൽ 12 വരെ ഫ്രാൻസ് സന്ദർശിക്കുന്ന പ്രധാനമന്ത്രി പാരീസിൽ നടക്കുന്ന നിർമ്മിത ബുദ്ധി ഉച്ചകോടിയിൽ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോയ്ക്കൊപ്പം സഹ അധ്യക്ഷത വഹിക്കും. ഇന്ത്യയുടെ പുതിയ കോൺസുലേറ്റ് ജനറലിന്റെ ഉദ്ഘാടനവും ശ്രീ നരേന്ദ്രമോദി നിർവഹിക്കും. തുടർന്ന് 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി യുഎസിലേക്ക് തിരിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംവേദനാത്മക പരിപാടിയായ പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ രാവിലെ 11-ന് ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. ആത്മവിശ്വാസത്തോടെ പരീക്ഷകളെ നേരിടുന്നതിനുള്ള മികച്ച മാർഗ്ഗങ്ങൾ പ്രധാനമന്ത്രി വിദ്യാർത്ഥികളുമായി പങ്കുവയ്ക്കും. കൂടാതെ സമ്മർദ്ദങ്ങളുടെ നിയന്ത്രണം, വ്യക്തിഗത വളർച്ച എന്നിവയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ചകളും അദ്ദേഹം പങ്കിടും. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള 36 വിദ്യാർത്ഥികൾ പ്രധാനമന്ത്രിയുമായി നേരിട്ട് സംവദിക്കും. പുതുക്കിയ ഘടനയിൽ 8 ഭാഗങ്ങളായാണ് പരിപാടി സംഘടിപ്പിക്കുന്നത്. വിദ്യാർത്ഥികളും അധ്യാപകരും രക്ഷിതാക്കളും ഉൾപ്പെടെ 5 കോടിയിലധികം പേർ പരിപാടിയുടെ ഭാഗമാകും. അപൂർവ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റെയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി കേരള ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ പുറത്തിറക്കി. കൊച്ചിയിൽ എല്ലാ സംസ്ഥാനങ്ങളിലെയും പ്രതിനിധികൾ പങ്കെടുത്ത ദേശീയ കോൺക്ലേവിലാണ് രജിസ്ട്രി പ്രകാശനം ചെയ്തത്. രജിസ്ട്രി രാജ്യത്താകെ വ്യാപിപ്പിക്കുമെന്ന് കേന്ദ്ര ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് ഡയറക്ടർ അറിയിച്ചു. കൂടുതൽ രക്തദാതാക്കളെ ഉൾപ്പെടുത്തി രജിസ്ട്രി വിപുലപ്പെടുത്തുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. തിരുവനന്തപുരം, കോട്ടയം, തൃശൂർ, കോഴിക്കോട് സർക്കാർ മെഡിക്കൽ കോളേജുകളെ ഏകോപിപ്പിച്ചാണ് പദ്ധതി പൂർത്തിയാക്കിയത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ സംസ്ഥാനം ഇന്ത്യയ്ക്ക് പുതിയ മാതൃക സൃഷ്ടിച്ചിരിക്കുകയാണെന്ന് മന്ത്രി എം ബി രാജേഷ്. ദേശീയ തൊഴിലുറപ്പ് പദ്ധതിയുടെ സോഷ്യൽ ഓഡിറ്റിംഗ് ഏറ്റവും ഫലപ്രദമായി നടപ്പിലാക്കിയ സംസ്ഥാനം കേരളമാണെന്നും മന്ത്രി പറഞ്ഞു. തിരുമിറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി, സോഷ്യൽ ഓഡിറ്റിംഗ്, പബ്ലിക് ഹിയറിംഗ് എന്നിവ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഗ്രാമീണ മേഖലയ്ക്ക് പുറമെ അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതി എന്ന പേരിൽ നഗരസഭാ പ്രദേശങ്ങളിലും പദ്ധതി നടപ്പിലാക്കി. തൊഴിലുറപ്പ് തൊഴിലാളികൾക്കായി ക്ഷേമനിധി ഏർപ്പെടുത്തിയ സംസ്ഥാനവും കേരളമാണെന്ന് മന്ത്രി വ്യക്തമാക്കി. എരുമേലിയിലെ നിർദ്ദിഷ്ട ശബരിമല വിമാനത്താവള പദ്ധതിയുമായി മുന്നോട്ടു പോകാമെന്ന് സംസ്ഥാന സർക്കാർ നിയോഗിച്ച വിദഗ്ധ സമിതി റിപ്പോർട്ട്. വിമാനത്താവളം മൂലം നാടിനുണ്ടാകുന്ന സാമ്പത്തിക സാമൂഹിക പ്രയോജനങ്ങൾ സാമൂഹിക ആഘാതത്തേക്കാൾ കൂടുതലാണെന്നാണ് 9-അംഗ സമിതി വിലയിരുത്തുന്നത്. ഭൂമിയും ഉപജീവന മാർഗ്ഗവും നഷ്ടമാകുന്നവർക്ക് മെച്ചപ്പെട്ട നഷ്ടപരിഹാരം നൽകണമെന്നും റിപ്പോർട്ട് ശുപാർശ ചെയ്യുന്നു. കാഞ്ഞിരപ്പള്ളി താലൂക്കിലെ മണിമല, എരുമേലി, തെക്ക് വില്ലേജുകളിലായി 245 പേരുടെ ഭൂമിയും ചെറുവള്ളി എസ്റ്റേറ്റുമാണ് വിമാനത്താവളത്തിനായി ഏറ്റെടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ അന്തിമഘട്ട നിർമ്മാണ പ്രവർത്തനങ്ങൾ വേഗത്തിൽ പുരോഗമിക്കുന്നു. പ്രളയത്തെ അതിജീവിക്കാൻ കരുത്തുള്ള റോഡ് 4 മാസത്തിനുള്ളിൽ പൂർണ്ണമായും തുറന്നു നൽകാനാണ് ലക്ഷ്യമിടുന്നത്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ. കോട്ടയം, ആലപ്പുഴ ജില്ലകളെ ബന്ധിപ്പിക്കുന്ന 24 കിലോമീറ്ററുള്ള AC റോഡിലെ കിടങ്ങറ, നെടുമുടി, മുട്ടാർ പാലങ്ങളുടെ വീതികൂട്ടൽ പൂർത്തിയായി. പള്ളാത്തുരുത്തി വലിയ പാലത്തിന്റെ സമാന്തര പാലം നിർമ്മാണം 60% പൂർത്തിയായി. ഒന്നാങ്കര, മങ്കൊമ്പ്, നസ്രത്ത്, ജ്യോതി, പണ്ടാരക്കുളം എന്നിവിടങ്ങളിലെ 5 സെമി എലിവേറ്റഡ് ഫ്ളൈ ഓവറുകൾ നിർമ്മാണം പൂർത്തിയായി ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു. 14 ചെറിയ പാലങ്ങളുടെ പുനർനിർമ്മാണവും 3 കോസ്വേകളുടെ നിർമ്മാണവും പൂർത്തിയാക്കിയിട്ടുണ്ട്. കിഫ്ബിയിൽ നിന്നും അനുവദിച്ച 649.76 കോടി രൂപ വിനിയോഗിച്ച് 2020-ലാണ് ആലപ്പുഴ ചങ്ങനാശ്ശേരി റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചത്. രാഷ്ട്രപതി ദ്രൌപദി മുർമു നാളെ പ്രയാഗ്രാജിലെ മഹാകുംഭമേള സന്ദർശിക്കും. ത്രിവേണി സംഗമത്തിൽ പുണ്യസ്നാനം നടത്തുന്ന രാഷ്ട്രപതി പ്രയാഗ്രാജിലെ അക്ഷയ്വദ്, ഹനുമാൻ ക്ഷേത്രം എന്നിവിടങ്ങളിൽ പൂജയും ദർശനവും നടത്തും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് _TVM X ഹാൻഡിലും ലഭ്യമാണ്. മണിപ്പൂർ മുഖ്യമന്ത്രി എൻ ബീരൻ സിംഗ് രാജിവച്ചു. ഇംഫാലിലെ രാജ്ഭവനിലെത്തി ഗവർണർ അജയ് കുമാർ ഭല്ലയ്ക്ക് അദ്ദേഹം രാജിക്കത്ത് കൈമാറി. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി അദ്ദേഹം ഇന്ന് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. എനർജി മാനേജ്മെന്റ് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരം തൈക്കാട് പോലീസ് ഗ്രൌണ്ടിൽ 3 ദിവസമായി നടന്ന കേരള രാജ്യാന്തര ഊർജ്ജമേള സമാപിച്ചു. എനർജി മാനേജ്മെന്റ് സെന്റർ ഫൌണ്ടർ ഡയറക്ടർ പ്രൊഫസർ VK ദാമോദരൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ജീവിതശൈലിയിലുള്ള മാറ്റത്തിലൂടെ ഊർജ്ജ സംരക്ഷണത്തിന് ആക്കം കൂട്ടാമെന്നും ഊർജ്ജമേഖലയിൽ അപ്രതീക്ഷിത മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ പകച്ചു നിൽക്കാതെ പരിഹാരം കണ്ടെത്താൻ വിദ്യാർത്ഥികൾക്ക് പരിശീലനം നൽകേണ്ടതുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഊർജ്ജമേളയുടെ ഭാഗമായി നടന്ന ക്വിസ് മത്സരങ്ങളിലെ വിജയികൾക്ക് അദ്ദേഹം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 130ാമത് മാരാമൺ കൺവെൻഷന് തുടക്കമായി. കോഴഞ്ചേരി മാരാമൺ പമ്പാ നദിക്കരയിൽ 16 വരെ നടക്കുന്ന കൺവെൻഷൻ മാർത്തോമ സഭാ അധ്യക്ഷൻ ഡോക്ടർ തിയോഡോഷ്യസ് മാർത്തോമ മെത്രാപ്പോലിത്ത ഉദ്ഘാടനം ചെയ്തു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ. ലഹരിക്കെതിരെ ഇതര സമുദായങ്ങളുമായി യോജിച്ച് പ്രവർത്തിക്കാൻ സഭ തയ്യാറാണെന്ന് മർത്തോമ സഭാധ്യക്ഷൻ ഡോക്ടർ തിയഡോഷ്യസ് മർത്തോമ മെത്രാപ്പൊലിത്ത പറഞ്ഞു. മലയാളികളുടെ മാനസിക ആരോഗ്യം തകർക്കുന്നതിൽ മദ്യ മയക്കുമരുന്ന് ഉപയോഗങ്ങളുടെ വർധനവ് വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. പാലക്കാട് ബ്രൂവറി തുടങ്ങാനായി സർക്കാർ നടത്തുന്ന ശ്രമങ്ങൾ മദ്യത്തിൽ മുങ്ങിയ ഈ നാടിനെ സർവനാശത്തിലേക്ക് നയിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അന്ധവിശ്വാസ നിരോധന ബിൽ കേരളം നടപ്പാക്കണം. പമ്പാ നദിയുടെ നിലനിൽപ്പിനായി ഗംഗാ നദിയുടെ മാതൃകയിൽ വരാനിരിക്കുന്ന കേന്ദ്ര പദ്ധതികളിൽ മാരാമണ്ണിനും പമ്പാ നദീതീരത്ത് നടക്കുന്ന മറ്റ് കൺവെൻഷനുകൾക്കും പരിഗണന ലഭ്യമാക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 7 ദിനങ്ങളായി പമ്പ മണൽപ്പുറത്തെ വിദ്യാധിരാജ നഗറിൽ നടന്നുവന്ന ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് സമാപനമായി. വൈകിട്ട് നടന്ന സമാപന സഭയുടെ ഉദ്ഘാടനം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ നിർവഹിച്ചു. പമ്പയിൽ വിവിധ ആശ്രമങ്ങളിലെ സന്യാസി ശ്രേഷ്ഠരുടെയും സാംസ്കാരിക നായകന്മാരുടെയും വിവിധ ഹിന്ദു സമുദായങ്ങളുടെ നേതാക്കളുടെയും സാന്നിധ്യത്തിൽ ഇപ്പോൾ നടക്കുന്ന പമ്പ ആരതിയോടെയാണ് പരിഷത്തിന് സമാപനമാകുന്നത്. മറ്റുള്ളവരുടെ വേദനകളിൽ പങ്കുചേർന്ന് അവരെ സഹായിക്കുക എന്നതാണ് ക്രിസ്തുവും ബുദ്ധനും പകർന്നു നൽകിയ ദർശനമെന്ന് പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ്. സഹോദരൻ എന്ന ജീവകാരുണ്യ പദ്ധതിയിലൂടെ മലങ്കര ഓർത്തഡോക്സ് സഭയും പരിശുദ്ധ കാത്തോലിക്ക ബാവയും ആ ദർശനത്തെ പൂർണ്ണതയിൽ എത്തിച്ചുവെന്ന് അദ്ദേഹം പറഞ്ഞു. മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ജീവകാരുണ്യ പദ്ധതിയുടെ 3ാം വാർഷികം കോട്ടയം ദേവലോകം അരമനയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ISL ഫുട്ബോളിൽ ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ബംഗളൂരു ജംഷഡ്പൂരുമായി ഏറ്റുമുട്ടും. ബംഗളൂരു ശ്രീ കണ്ഠീരവ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയിലെ 2ാം മത്സരത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. മത്സരം അവസാനിക്കാൻ ഒരു പന്ത് ശേഷിക്കെ ഇംഗ്ലണ്ട് 304 റൺസിന് എല്ലാവരും പുറത്തായി. അർദ്ധ സെഞ്ചുറി നേടിയ ബെൻ ഡക്കറ്റും ജോ റൂട്ടുമാണ് സന്ദർശകരെ മികച്ച സ്കോറിലെത്തിച്ചത്. ഇന്ത്യയ്ക്കായി രവീന്ദ്ര ജഡേജ 3 വിക്കറ്റ് വീഴ്ത്തി. മറുപടി ബാറ്റിംഗിനിറങ്ങിയ ഇന്ത്യ ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 6 ഓവറിൽ 48 റൺ നേടിയിട്ടുണ്ട്. ഉത്തരാഖണ്ഡിൽ നടക്കുന്ന 38ാമത് ദേശീയ ഗെയിംസിൽ കേരളത്തിന് ഇന്ന് 5 മെഡലുകൾ. 1 സ്വർണം, 2 വെള്ളി, 3 വെങ്കലം എന്നിവയാണ് ഇന്ന് കേരളം കരസ്ഥമാക്കിയത്. ഡെക്കാത്തലണിൽ N തൌഫീഖാണ് സ്വർണം നേടിയത്. സംസ്ഥാന അന്തർജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിന്റെ സീനിയർ വിഭാഗം മത്സരങ്ങൾ കണ്ണൂർ കക്കാട് മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ഉദ്ഘാടനം ചെയ്തു. ദ്രോണാചാര്യ അവാർഡ് ജേതാവ് S മുരളീധരനെ ചടങ്ങിൽ മന്ത്രി പൊന്നാടയണിയിച്ച് ആദരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്രാൻസ് അമേരിക്ക സന്ദർശനത്തിന് നാളെ തുടക്കം. പരീക്ഷാ പേ ചർച്ചയുടെ 8ാം പതിപ്പ് നാളെ ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ നടക്കും. 5 കോടിയോളം വിദ്യാർത്ഥി, അധ്യാപക, രക്ഷാകർതൃ സമൂഹവുമായി പ്രധാനമന്ത്രി സംവദിക്കും. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളം രാജ്യത്തിന് മാതൃകയെന്ന മന്ത്രി MB രാജേഷ്. അപൂർവ രക്തദാതാക്കളെ തിരിച്ചറിയാനുള്ള റയർ ബ്ലഡ് ഡോണർ രജിസ്ട്രി പുറത്തിറക്കി കേരളം. 130ാമത് മാരാമൺ കൺവെൻഷന് പമ്പാ നദിക്കരയിൽ തുടക്കമായി. ചെറുകോൽപ്പുഴ ഹിന്ദുമത പരിഷത്തിന് പരിസമാപ്തി. ഇംഗ്ലണ്ടിനെതിരായ 2ാം ഏകദിനത്തിൽ ഇന്ത്യയ്ക്ക് 305 റൺസ് വിജയലക്ഷ്യം. ISL ഫുട്ബോളിൽ ഇന്ന് ബംഗളൂരു ജംഷഡ്പൂർ പോരാട്ടം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.